ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കൈക്കൊള്ളാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നാറില്ലേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്നെ കൈക്കൊള്ളുന്നില്ലല്ലോ. ചില പ്രാർത്ഥനകൾ നമുക്ക് ദൈവം സാധിച്ചു തന്നിട്ടുണ്ട്. ചില പ്രാർത്ഥനകൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും അത് നടക്കുന്നില്ലല്ലോ. ദൈവം എന്നെ കൈവിട്ടോ? എന്താണ് എനിക്ക് സംഭവിച്ചത്? ദൈവത്തിന് എന്നോട് താല്പര്യമില്ലേ? അല്ലെങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? എന്നൊക്കെയുള്ള ചിന്ത നമ്മളെ അലട്ടുന്നുണ്ട്. ഈ അവസരത്തിൽ ചില മനുഷ്യർ, നമ്മുടെ കൂട്ടുകാരാവാം, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളാവാം, ഇവരും വന്ന് നമ്മളോട് ചോദിക്കുന്നു, നീ വലിയ ഭക്തനൊക്കെയല്ലേ? മറ്റുള്ളവരുടെ നോട്ടത്തിൽ നിന്റെ പ്രാർത്ഥനകളും എല്ലാം ഭയങ്കര കൂടുതലാണല്ലോ. നീ വലിയ ഗുരുഭക്തനാണല്ലോ, അല്ലെങ്കിൽ കൃഷ്ണഭക്തനാണല്ലോ, അല്ലെങ്കിൽ പരമശിവന്റെ ഭക്തനാണല്ലോ, ആരുമായിക്കൊള്ളട്ടെ. നിന്റെ പ്രാർത്ഥന വലുതായിട്ടാണ് ഞങ്ങൾക്കെല്ലാം തോന്നുന്നത്. എന്നിട്ടും നിന്റെ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുന്നില്ലല്ലോ. പിന്നെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോൺഫിഡൻസിനെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനായി ഇത്തരം ആൾക്കാരുടെ വചനങ്ങൾ, വാക്കുകൾ നമുക്ക് ഇടവരുന്നതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭഗവാനോടുള്ള നമ്മുടെ അചഞ്ചലമായ ഭക്തി കൈവിടാതെ ഇപ്പോഴുണ്ടായ ഈ അവസ്ഥയെ നമുക്ക് തരണം ചെയ്യുന്നതിന് നമ്മുടെ ഭഗവാൻ നമുക്ക് നൽകിയ ഒരു പരീക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷയാണ് ഈ കാലഘട്ടം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ജീവിതത്തിൽ വിജയം നേടിയ ഏതൊരു വ്യക്തിയുടെയും പിറകോട്ടുള്ള കാലത്തെപ്പറ്റി ചിന്തിച്ചാൽ അവൻ അനുഭവിച്ച കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതങ്ങളും അവൻ്റെ കഠിന പ്രയത്നത്തിലൂടെ അവൻ നേടിയ ഇന്നീ വിജയത്തിലെത്തിയ അവസ്ഥയും അവൻ്റെ പഴയ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിലുള്ള ആ കാലഘട്ടം, അതാണ് ഭഗവാൻ അല്ലെങ്കിൽ മഹാഗുരു നടത്തിയ പരീക്ഷണത്തിൻ്റെ കാലഘട്ടം എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പരീക്ഷണത്തെ അതിജീവിച്ചാൽ, അതായത് ഈ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവൻ ഇതിന് യോഗ്യനാണോ, അല്ലെങ്കിൽ ഒരു ഉന്നത ജോലിയാവട്ടെ, അല്ലെങ്കിൽ എന്തൊരു നല്ല പൊസിഷനാവട്ടെ, ആയതിലേക്ക് എത്തിച്ചേരുവാൻ ഇവൻ പ്രാപ്തനാണോ, ഇവൻ യോഗ്യനാണോ എന്ന് ദൈവം തീരുമാനിക്കുന്ന ആ പരീക്ഷണ കാലഘട്ടം നാം വിജയകരമായി വിജയിക്കുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വൻ വിജയങ്ങളിലേക്ക് എത്തുന്നതാണ്. ഇത് മനസ്സിലാക്കാൻ ഗുരു തന്നെ നമുക്ക് കാട്ടിത്തരുന്ന ഒരു സംഭവം നമുക്ക് ഇവിടെ വിവരിക്കാം. എന്തെന്നാൽ, കോലത്തുകര ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കുകയാണ്. ആ സമയത്ത് കുമാരുവിൻ്റെ അച്ഛൻ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ തയ്യാറാവുകയാണ്. അപ്പോൾ കുമാരുവിനോടും ചോദിച്ചു, കുമാരു, നീയും വരുന്നോ നമ്മുടെ കൂടെ എന്ന്. അപ്പോൾ അത്യധികം ഉത്സാഹത്തോടു കൂടി അമ്പലത്തിലേക്ക്, കോലത്തുകര ക്ഷേത്രത്തിലേക്ക് ഗുരുവിനെ കാണുവാനും പ്രതിഷ്ഠ നടത്തുന്നതൊക്കെ കാണുവാനുമായിട്ട് അതീവ ഉത്സാഹത്തോടു കൂടി കുമാരുവും കൂടെ വരികയാണ് ഉണ്ടായത്. ഗുരുവിനെ കാണാമല്ലോ, താൻ ആശിച്ചിരുന്ന സമയമെത്തിയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഗുരുവിനെ കാണാനുള്ള സന്തോഷത്തോടെ കുമാരുവും അച്ഛൻ്റെ കൂടെ പുറപ്പെട്ടു. ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ് കാണാൻ സാധിച്ചത്. കോലത്തൂര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കഴിഞ്ഞ് മഹാഗുരു വെളിയിൽ വന്നു. അപ്പോൾ ഗുരുവിനെ കാണുവാനും സങ്കടം ഉണർത്തിക്കുവാനും പ്രാർത്ഥനയ്ക്കുമൊക്കെയായിട്ട്, ഗുരുവിനോട് പ്രാർത്ഥിക്കാനുമൊക്കെയായിട്ട് ഭക്തജനങ്ങളുടെ ഒരു വൻ തിരക്ക് കണ്ട് കുമാരു ഒത്തെല്ലൊന്ന് ശങ്കിച്ചു. ഗുരുവിനെ ചിലപ്പോൾ കാണുവാൻ സാധിച്ചേക്കും, സംസാരിക്കുവാനോ മറ്റോ സാധിച്ചെന്ന് വരികില്ല. മനസ്സിൽ കുമാരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുമാരുവിൻ്റെ അച്ഛൻ്റെ ഒരു പരിചയക്കാരൻ, ഒരു ഉത്തമ ഗുരുഭക്തനായ ഒരു വ്യക്തി അവിടെ കാണുവാൻ സാധിച്ചത്. അതായത് അദ്ദേഹത്തിൻ്റെ സഹായത്താൽ കുമാരുവും അച്ഛനും വന്ന വിവരം ഗുരുവിൻ്റെ ചെവിയിലെത്തിച്ചു. അപ്പോൾ ഗുരു ഉടൻ തന്നെ കുമാരു ഇങ്ങോട്ട് പോന്നോളൂ എന്ന് ഉറക്കെ പറഞ്ഞു. അപ്പോൾ കുമാരു വളരെയധികം സന്തോഷത്തോടു കൂടി ഗുരുവിൻ്റെ സവിധത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. കവിത എഴുതുമൊക്കുന്നതൊക്കെ അറിഞ്ഞതോടുകൂടി ഗുരുവിന് കുമാരുവിൽ വളരെ സന്തോഷം തോന്നി. ഒരു കവിത ചൊല്ലുവാൻ ഗുരു കുമാരുവിനോട് ആവശ്യപ്പെട്ടു. കുമാരു ഒരു കവിത ചൊല്ലി തീർന്നു. അപ്പോൾ ഉടൻ തന്നെ മഹാഗുരു ഒരു 2 വരി കവിത അങ്ങോട്ട് ചൊല്ലി. അതിതാണ്: കോലത്തുകര കുടികൊള്ളും ബാലപ്പിറ ചൂടിയ വാരിധിയെ. ആ ഒരു 2 വരി കവിത കുമാരുവിന് മുന്നിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി ഒന്ന് പൂരിപ്പിച്ചു തരാൻ കുമാരുവിനോട് ഗുരു ആവശ്യപ്പെട്ടു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം, ആലോചിച്ചതിന് ശേഷം കുമാരു 2 വരി എഴുതി ഗുരുവിൻ്റെ തൃക്കൈയിൽ സമർപ്പിച്ചു. ഗുരു അത് വായിച്ചു നോക്കിയിട്ട് വളരെ സന്തോഷത്തോടെ കുമാരുവിനെ ചേർത്ത് പിടിച്ചു. ആ കവിത ഇതാണ്. ഗുരുവിന് വേണ്ടി കുമാരു എഴുതി കൊടുത്ത ആ 2 വരി കവിത ഇതാണ്:
കാലൻ കനിവറ്റ് കുറിച്ചു വിടുന്നോലപ്പടി എന്നെ അയക്കരുതേ. ഗുരുവെഴുതിയ കോലത്തുകര കുടികൊള്ളും ബാലപ്പിറ ചൂടിയ വാരിധിയെ കാലൻ കനിവറ്റ് കുറിച്ചു വിടുന്നോലപ്പടി എന്നെ അയക്കരുതേ എന്നതായിരുന്നു കുമാരു പൂരിപ്പിച്ച ബാക്കി 2 വരി. കോലത്തുകരയിൽ കുടികൊള്ളുന്നവനും ചന്ദ്രക്കല ശിരസിലണിഞ്ഞവനുമായ ശ്രീ പരമേശ്വര, കാലൻ ദയയില്ലാതെ വിധിക്കുന്ന മരണത്തിലേക്ക് എന്നെ അയക്കരുതേ, എന്നെ കാത്തുകൊള്ളണമേ എന്നതാണ് പരമശിവനോടുള്ള പ്രാർത്ഥനയായി കുമാരു ആ 2 വരി ഗുരുവിന് എഴുതി കൊടുത്തത്. അതിൽ ഗുരു വളരെ സംതൃപ്തനായി കുമാരുവിനോട് ഗുരു ഇപ്രകാരം ചോദിച്ചു, നമ്മുടെ കൂടെ കൂടുന്നോ? കുമാരു അച്ഛനെ ഒന്ന് നോക്കി. 2 പേരും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് ഗുരു പറയുകയും വീട്ടിൽ പോയി അമ്മയുമായി ആലോചിച്ചപ്പോൾ ഗുരുവിനോടൊപ്പമല്ലേ, നന്നായി വരും എന്ന് അമ്മയും പറഞ്ഞതോടുകൂടി അത്യധികം ഉത്സാഹത്തോടുകൂടി കുമാരു ഗുരുവിനടുത്തേക്ക് പുറപ്പെടുകയാണ് ഉണ്ടായത്. പിൽക്കാലത്ത് മഹാഗുരുവിനോടുകൂടി ചേർന്ന് മഹാകവിയായി മാറിയ കുമാരനാശാനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഒരു ജീവിതത്തിലുണ്ടായ ജസ്റ്റ് ഒരു പരീക്ഷണമാണ്. അതായത് ആ സമയത്ത് ഗുരു നടത്തിയ ഒരു എൻട്രൻസ് പരീക്ഷയായി നമുക്കതിനെ കാണാം. അതായത് ആ ഒരു 2 വരി എഴുതിയതിലൂടെ ആ ഗുരുവിലേക്ക് ചേർക്കാനുള്ള യോഗ്യനാണോ ഈ കുമാരു എന്ന് ജസ്റ്റ് ഒരു പരീക്ഷണമായിരുന്നു ഇവിടെ ഗുരു നടത്തിയത്. ഇതുപോലെയുള്ള പരീക്ഷണങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നമ്മൾ പറയുമ്പോഴും ഗുരു അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മറ്റ് ഏത് ദൈവമാണെങ്കിൽ കൂടി അത് കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഉടനെ അത് ഇട്ടിട്ട് പോകരുത്. ആ പ്രാർത്ഥന അങ്ങനെയേ തുടരുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ഒരിക്കലും ഭഗവാന് നമ്മളെ കൈവിടുകയില്ല, മഹാഗുരു നമ്മളെ കൈവിടുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.